സൗദിയിലെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ റഹീം ഇപ്പോൾ ചാനൽ ലഹരിയിലാണ്. ഇതൊരു അപകടമാണ് എന്ന കാര്യം അദ്ദേഹം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇത്തരം സംഭവങ്ങൾ ഒരുപാട് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചാനലുകൾ അവരുടെ സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ വിവാദത്തിന് വേണ്ടി വിവാദമുണ്ടാക്കുന്നവരാണ്. നല്ലതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ പിന്തുടർന്നുകൊണ്ട് അതിനെ പ്രശംസിക്കുന്നതിന് പകരം ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വ്യക്തികളുടെ ന്യൂനതകൾ നോക്കി അതിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ചാനലിനെ പ്രസിദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനൽ പ്രസവിച്ച് എടുക്കുന്നത് നമ്മളിപ്പോൾ പല ഘട്ടങ്ങളിലായി കാണുന്നുണ്ട്. അങ്ങനെ ഒന്നിൽ നിന്ന് 2, 3, 4 ചാനലുകളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരട്ടക്കുട്ടികളെ പോലെ പ്രസവിച്ചതാണ് എന്നുള്ളത് കൃത്യമാണ്. അവരൊക്കെ ഇത്തരം വിഷയത്തിലൊക്കെ വല്ലാത്ത രീതി ഇടപെടൽ നടത്താറുണ്ട്. റഹീം അത് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽപ്പെടും. മാത്രവുമല്ല, റഹീം ഒരു രാഷ്ട്രീയക്കാരനല്ല, ചാനലിൻ്റെ സ്വഭാവ രീതി അറിയാത്ത ആളാണ്. സത്യസന്ധനായിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അയാൾ കൃത്യമായ രീതി എല്ലാ കാര്യവും തുറന്നു പറയും. അത് അപകടം ചെയ്യും. മാത്രവുമല്ല, സ്നേഹവും ബഹുമാനവുമുള്ള കേരളീയർ വെറുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് അവനവൻ തന്നെ സ്വയം സൃഷ്ടിക്കുന്നതാണ്. ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് റഹീമിനെ അറിയിക്കുകയാണ്. ഞാനും റഹീം തമ്മിൽ ബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിൽ ജയിലിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സെല്ലിലെ 2 വ്യക്തികളുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിൻ്റെ കേസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് റഹീമിനെ ഏറെക്കുറെ അറിയാം, മുഴുവൻ എന്നൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ആ ജയിലിൻ്റെ അകത്തുള്ള ഒരുപാട് പ്രതികളാക്കപ്പെട്ട വ്യക്തികൾ പല ഘട്ടങ്ങളിലായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവരാണ്. അതിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം എന്നല്ല, മഹാസംഭവം തന്നെയാണ്. വധശിക്ഷ വിധിക്കപ്പെട്ട വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ സമയവും സൗദിയുടെ സമയവും തമ്മിൽ ഏകദേശം 2.5 മണിക്കൂറോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പ് റഹീമിൻ്റെ ജയിലിലുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അത് നടപ്പിലാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ഇന്നത്തെ പ്രഭാതത്തിൽ വരാൻ പോകുന്ന സമയം, അതായത് അദ്ദേഹം അവിടെ വിളിക്കുന്ന സമയത്ത് ഏകദേശം 1:30 മണി. 1:30 മണി എന്ന് പറയുന്ന സമയം അത് കഴിഞ്ഞു. ഏകദേശം ഒരു 4-5 മണിയാകുന്ന സമയത്ത് 3:30-4 മണിയോട് കൂടിയിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയെ പുറത്തോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ആ സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ വിധി വന്നിരിക്കുന്നു, എന്നെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദീകരിച്ച് ആ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അത് റഹീമിൻ്റെ സെല്ലിൽ വെച്ചിട്ടാണ്, റഹീമിൻ്റെ റൂമിൽ വെച്ചിട്ട് ചെയ്യപ്പെട്ടത്, കൊണ്ടുപോയതാണ്. അപ്പോൾ ആ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം റഹീം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ചില സമയത്ത് ഒരു പക്ഷേ മഹാഭാഗ്യമുണ്ടെങ്കിൽ എന്തോ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തോട്ട് കൊണ്ടുപോരുകയാണെങ്കിൽ കാലത്ത് 7 മണിക്ക് തന്നെ തിരിച്ച് സെല്ലിലേക്ക് തന്നെ എത്തും. അങ്ങനെയാണെങ്കിൽ അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞു. പക്ഷേ സെല്ലിലേക്ക് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുമെന്ന് റഹീം പറഞ്ഞിട്ടുണ്ട്. എന്തോ കാരണത്തിൽ അദ്ദേഹത്തിന് വിളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിറ്റേ ദിവസത്തെ പത്രത്തിലും ചാനലിലൊക്കെ ഈ വധശിക്ഷ നടപ്പിലാക്കിയ വിവരങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർ, സാമൂഹിക നേതാക്കന്മാർ, മതസംഘടനയിൽപ്പെട്ടവർ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, ബന്ധപ്പെട്ടവർ, നാട്ടുകാർ എങ്ങനെ വളഞ്ഞു നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അഭിനന്ദനങ്ങൾ ഇതിനെ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നൊരു സമയമാണ്. അത് തെറ്റാണെന്നൊന്നുമല്ല. ചാനൽ അഭിമുഖം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു സുഖമില്ലാത്ത ഒരാളെ പരിരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ആ സമയത്ത് ഗുരുതര വൈകല്യം എന്നൊക്കെയാണ് ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞത്. ചാർജ് ഷീറ്റ് പറഞ്ഞത് 2006 24-ാം വയസ്സിൽ റഹീം അവിടേക്ക് എത്തുന്നു. ഗുരുതര വൈകല്യമുള്ള സൗദി ബാലനെ പരിചരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം ഈ ഹൈവേ റോഡിലൂടെ പോകുന്ന സമയത്ത് സിഗ്നലിൽ വാഹനം നിർത്തുന്നു. ആ വാഹനം നിർത്തുന്ന സമയത്ത് ഈ സിഗ്നലിൽ വാഹനം എടുക്കാൻ വേണ്ടി പറയുന്നു. അത് സ്വാഭാവികമായിട്ട് സൗദിയുടെ മക്കളൊക്കെ പറയുന്നു. അയാൾ പറഞ്ഞ തെറ്റൊന്നുമില്ല. എടുക്കാൻ വേണ്ടി പറയുന്നു. ഇദ്ദേഹം എടുക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കുട്ടി തുപ്പുന്നു എന്ന് പറഞ്ഞാൽ അതും തെറ്റല്ല. അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ആ ഡ്രൈവർ പണി എടുത്ത സമയത്ത് എനിക്ക് അനുഭവമുണ്ട്. അതിനുശേഷം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അത് തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു
ഈ രോഗിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തടയാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അടികൊള്ളുന്ന രീതിയിലായി എന്നുള്ളതാണ് ഇതിൻ്റെ കേസിൻ്റെ ആസ്പദമായിരിക്കുന്ന സംഭവം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ അല്പാൽപമായി പത്രക്കാരോട് മീഡിയക്കാരോട് റെയിം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂനതകൾ ഇങ്ങനെ വലിച്ചെടുക്കും നമ്മുടെ ചാനലുകാർ. എന്നിട്ട് ആ ന്യൂനതകൾ വെച്ച് വീണ്ടും സംസാരിക്കും. അപ്പോൾ കുറച്ചുകൂടി വിശദീകരണം കൊടുക്കേണ്ടി വരും. മറക്കാൻ പോയിരിക്കുന്ന അത്രയും സംഭവം കഴിഞ്ഞ 20 വർഷമായിട്ട് അത് മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന റീമിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ചാനലുകൾ സൃഷ്ടിക്കും. മറന്നു പോകരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെ അഭിമുഖീകരിക്കാൻ അല്ലെ പ്രതിരോധിക്കാനുള്ള അത്ര രാഷ്ട്രീയപരമായിരിക്കുന്ന പക്വത റെയിമിനില്ല എന്നുള്ളത് റെയിമിന് തന്നെ അറിയാവുന്നതാണ്. അത് കുറച്ചും കൂടിയൊക്കെ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ ചാനലുകാരുമായിട്ട് ഇങ്ങനെ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കും, സാധാരണക്കാർക്ക് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞ് ഏറെക്കുറെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയാത്ത, ലോകമറിയാത്ത, നമ്മളറിയാത്ത പല സംഭവങ്ങളും പിന്നീട് റഹീം പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തെ ഒരു കൊലപാതകിയായിട്ട് ചിത്രീകരിക്കുന്നിടത്തേക്ക് കേരളം പോകും. അതാ പോകുന്ന റഹീം അവൻ കൊലപാതകിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റഹീം ജീവിച്ചു പോകുന്നത്. ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. അപകടത്തിലേക്കുള്ള പോക്കാണ് എന്നുള്ള കാര്യം റഹീമിനെ അറിയിക്കുകയാണ്. നമ്മൾ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ലോറി ഉടമ മനാഫ് 2024 ജൂലൈ മാസം 16 തീയതിയാണ് അയാളുടെ ലോറി അപകടത്തിൽപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അദ്ദേഹത്തിന് ഹീറോ പരിവേഷം നൽകി കേരളത്തിലെ ചാനൽ. അങ്ങനെ കൊണ്ട് അയാൾ സ്വയമായിട്ട് ഉയർന്നു, ഞാൻ തെറ്റില്ല, ഞാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല രാഷ്ട്രീയ വിഷയത്തിലും അയാൾ നേരിട്ട് ഇടപെട്ടു. അത് കേസായി, കൂട്ടമായി. അത് കർണാടകയിലുള്ള ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കുറേ ആൾക്കാർ അറിയുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. അങ്ങനെ വിഷയത്തിൽ ഇടപെട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം ഇടപെടുന്ന വിഷയത്തിലൊക്കെ ഇയാൾ ഇടപെട്ട് കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ അറിയപ്പെട്ടു, രാജ്യത്ത് മുഴുവൻ അറിയപ്പെട്ട വലിയ വ്യക്തിയെ അങ്ങനെ എന്താക്കി ചാനലുകൾ വളർത്തി. ഇയാളും സ്വയം വളർന്നു. ഇയാൾ പുതിയ ഫേസ്ബുക്ക് ചാനലുകളൊക്കെ തുടങ്ങി. അതിലൊക്കെ ഈ അപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ അവലോകനം ചെയ്തു, ലൈവ് ഇട്ടു. അങ്ങനെ പെട്ടെന്ന് വീണു. പിന്നീട് പുതുതായിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇടപെടാൻ പറ്റാത്ത വിധം ചാനലുകാരെ കൊണ്ടേ തള്ളിട്ടു. ഇപ്പോൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. പിന്നെ കർണാടകയായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ ഉണ്ട് എന്ന് പറയുന്നു, എനിക്കറിയില്ല. അത് ഏതായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആട് ജീവിതം. നജീബ്, നമുക്കറിയാലോ നജീബിനെ 1995 ആഗസ്റ്റിനാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ബെന്യാമിൻ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തെ പകർത്തി എഴുതിയിട്ട് ഒരു കഥ എഴുതി, ആടുജീവിതത്തിൽ പരാമർശിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ബെന്യാമിൻ പരാമർശിച്ചു. അങ്ങനെ ആടുജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നജീബിന് അഭിമുഖത്തോട് കൊല്ലം ഭാഗത്തിട്ടാണ് അദ്ദേഹം അഭിമുഖം. അതിനുശേഷം അഭിമുഖം, പിന്നെ ചാനലുകാർ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, അങ്ങോട്ട് ക്ഷണിക്കുന്നു. തിരക്കോട് തിരക്ക് എന്ന് പറയാൻ അവസാനിക്കാത്ത തിരക്കായിരുന്നു ആടുജീവിതത്തിലെ നജീബിക്കാൾ. കുറച്ച് പ്രായം ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെ പകർത്തിയെടുത്തിട്ട് ബെന്യാമിന് കുറേ കാശുണ്ടാക്കി. ഈ അദ്ദേഹത്തിന് വീതം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് അതെനിക്കറിയില്ല. അതെന്തോ അവർ തമ്മിലായിക്കോട്ടെ, നമ്മളതിൽ ഇടപെടുന്നില്ല. വിഷയം എന്ന് പറഞ്ഞാൽ ആടുജീവിതത്തിൽ ചില പരാമർശങ്ങൾ. ഞാൻ ആടുജീവിതത്തിലെ ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ആളെ കണ്ട് സംസാരിച്ചത്, അഭിമുഖം നടത്തിയത് ലോക കേരള സഭ തിരുവനന്തപുരത്ത് കൂടിയ സമയത്താണ്. ഈ പ്രാവശ്യം അദ്ദേഹം വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലേക്ക് ഇയാൾ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ബെന്യാമിൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് ഈ ആടുജീവിതം എഴുതിയത്. അപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രയാസവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക കേരള സഭ തിരുവനന്തപുരത്തെ നിയമസഭയിൽ വെച്ച് നടന്ന സമയത്താണ്. അപ്പോൾ പ്രത്യേക ക്ഷണിതാവായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചാനലൊരു അഭിമുഖം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. വേറെ ചാനലിൽ അഭിമുഖം കൊടുത്തിരുന്നു. ഞാൻ അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് ഹാളിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ കഥയിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പരാമർശിക്കാൻ പറ്റാത്ത അത്രക്ക് മോശപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. അത് ഒഴിവാക്കണം എന്ന് നജീബ് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു അഭിമുഖത്തിൽ കേൾക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ എന്തോ ഇദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. അത് ഒഴിവാക്കാത്തത് പിന്നീട് ഈ നജീബ് എന്ന് പറഞ്ഞ ആളെ നിഷ്കളങ്കനാണ്. നമ്മൾ റീമിനെ കൊണ്ട് പറഞ്ഞോളാം, മനാഫിനെ കൊണ്ട് പറഞ്ഞോളാം, നിഷ്കളങ്കൻ പാവാണ്. പറഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു. തീർച്ചയായിട്ടും ചാനലുകാർ ചോദിക്കും, ചാനലുകാർ എന്തിനാണ് ഇരിക്കുന്നത്? വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിഷ്കളങ്കരായിരിക്കുന്ന ആ മനുഷ്യൻ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ല,
നമ്മൾ ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതിന് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലും പ്രവൃത്തി ഉണ്ട് എന്ന രീതിയിൽ ആക്കുന്ന തരത്തിലാണ് പിന്നീട് ചോദ്യം. അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് രാഷ്ട്രീയമായിരിക്കുന്ന പക്വത വേണം. അതില്ലാത്തൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു പ്രയോഗം, ഈ ഒരു സംഭവം, ഇല്ലാത്തൊരു സംഭവം, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്തത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഇപ്പോൾ നജീബ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നജീബ് നടന്നു പോകുന്ന വഴിയിലൂടെയൊക്കെ ആളുകളും ചാലിയാരൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനാ ഇയാളുമായിട്ട് അഭിമുഖം നടത്താൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി? ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. പേഴ്സണലായിട്ട് അയാളുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹം പറയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. അപ്പോൾ അയാൾ നോക്കുന്നത് മുമ്പ് കണ്ട അഭിമാനകരമായിരിക്കുന്ന ആടുജീവിതത്തിലെ നജീബ് എന്ന നിലക്കല്ല. ഈ ഒരു പ്രയോഗങ്ങൾ അത് ആ ഗ്രന്ഥത്തിൽ വന്നു എന്നതിനാൽ അയാളാണോ ഇയാൾ എന്ന തരത്തിലാണ് റൂട്ട് മാറിയിട്ടോ. അപ്പോൾ ഒരു അപമാനിക്കപ്പെട്ട രീതിയിലേക്ക് പിന്നീടാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു സ്ഥിതി വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. ഇവർ ചാലിയാർ എടുത്ത് പൊന്തിച്ചിട്ട് താഴോട്ടോടും. ഇനി നമ്മൾ ഷിയാബ് ചോറ്റൂർ, നമുക്കറിയാം 2022 അദ്ദേഹം ഹജ്ജിന് പോകുന്നത്. നടന്നാണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത്. അദ്ദേഹത്തിന് നടന്ന ഹജ്ജ് പോകാൻ ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം, ഓരോരുത്തർ ഇഷ്ടപ്രകാരമാണ്. ചാനലുകാർ മുഴുവനും അതിൻ്റെ പിറകിലായിരുന്നു. യൂട്യൂബ് ചാനലുകാർ ഇവിടെ മുതൽ പഞ്ചാബ് വരെയൊക്കെ പോയ ചാനലുകാരുണ്ട്. ഇയാളുടെ അപ്പപ്പുള്ള ലൈവായിരിക്കുന്ന റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എല്ലാ ചാനലുകളും യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇത് തന്നെയായിരുന്നു. അപ്പോൾ പഞ്ചാബിൽ എത്തിയ സമയത്ത് അവിടെ ഇയാൾ ബ്ലോക്കായി. അങ്ങോട്ട് പോയി പാകിസ്ഥാനിലേക്ക് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ടായി. പാകിസ്ഥാനിലേക്ക് വിസ കിട്ടാത്തൊരു പ്രശ്നം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് നടന്നു പോകാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്കാർ പ്രവേശിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് പോയിക്കോളി എന്നൊക്കെ സിമ്പിളായിട്ട് പറയാം. ഒരു ഇന്ത്യക്കാരെ പാകിസ്ഥാനിലേക്ക് അങ്ങോട്ട് കയറ്റില്ല, അതിർത്തിൽ നിന്ന് ഓടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ വെറുപ്പോട് കൂടിയാണ് പാകിസ്ഥാനികൾ കാണുന്നത്. നമ്മൾ എങ്ങനെയാണ് പാകിസ്ഥാനിൽ വെറുപ്പോട് കൂടി കാണുന്നത് അതേ രീതിയിലാണ് തിരിച്ചും കിട്ടും. അവിടുത്തെ മുസ്ലിമാണ് മറ്റേ കാസ്റ്റാണ് എന്നുള്ളതൊന്നും ഓരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമൊന്നുമല്ല. ഇന്ത്യക്കാരാണോ എന്ന തരത്തിലാണ്. അപ്പോൾ ഷിയാബ് ചോറ്റൂരിന് ഒരു തരത്തിലും കിട്ടുന്നില്ല. 1.5 മാസത്തോളോ 2 മാസമോ കൃത്യക്ക് അറിയില്ല, അത്രയും സമയം ഇയാൾ പഞ്ചാബിലെ അവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ ആളാണ്. ഇയാൾക്ക് താമസം കൊടുത്ത് അവിടെ തന്നെ ആയിരുന്നു. നടന്ന ഹജ്ജിന് പോകണമെന്ന് വലിയ ആഗ്രഹം. പഞ്ചാബ് വരെ നടന്നുപോയി. പിന്നെ നടക്കാൻ വേണ്ടി പറ്റിയില്ല. വിഷയങ്ങളായി അതിൻ്റെ പിറകിൽ ചാനലുകാർ കൂടി ഇയാളുടെ പിറകിൽ ഷിയാബ് ചോറ്റൂർ എന്നും ലൈവായിരുന്നു. ഞാൻ തൊട്ടടുത്ത ദിവസവും അയാളുടേതായ നിഷ്കളങ്കത പറയും. എന്തിനാ സൈക്കിൾ എടുത്ത് അതിൻ്റെ പുറകെ കൂടുന്നത്? അയാൾ പോകാണ്ട് പോയിക്കോട്ടെ. പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച സമയത്ത് പിന്നെ എന്തായിട്ടില്ല, നടന്നു പോകാൻ വേണ്ടി അനുമതി കിട്ടിയിട്ടില്ല. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് വിമാനത്തിൽ പോയി. ഇറാനിൽ നിന്നാണ് പിന്നീട് സൗദി വരെ അദ്ദേഹം നടന്നു പോകുന്നത്. അപ്പോൾ നടന്നു പോയിട്ടില്ല. തിരിച്ചു പോരും മകനെ, നിനക്ക് സാധ്യമല്ല, എന്തിനാണ് ശരീരം കേടെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അതിനെ പിറകെ കോഡിങ്ങായിട്ട് അനാവശ്യമായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാക്കി. അങ്ങനെ ആൾ ശ്രദ്ധിക്കപ്പെട്ടു. ഹജ്ജിന് പോയി തിരിച്ചു വന്നത് വിമാനത്തിലാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ അറിയില്ല. തിരിച്ചു വന്നു. ഇപ്പോൾ ആൾ എവിടെയെങ്കിലും ഉണ്ടോ? ഉയർത്തി അങ്ങെത്തിച്ച ആൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ലോറിയുടെ മനാഫിനെ പറഞ്ഞു, നജീബിനെ പറഞ്ഞു, ഹജ്ജിന് നടന്നു പോയ ഷിയാബ് ചോറ്റൂരിനെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ശേഷിക്കുന്നത് കണ്ണൂർ ഫറൂഖ് സ്വദേശിയായിരിക്കുന്ന റഹീം 20 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് മടങ്ങി വന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഈ 2026 28 തീയതി വെച്ചാൽ ബലി പെരുന്നാൾ ദിവസമാണ് വീട്ടിലെത്തിയത്. ആ മാതാവിൻ്റെയൊക്കെ നിഷ്കളങ്കതയുടെ ഇടയിൽ അയാളങ്ങനെ ജീവിച്ചു പോവുകയാണ് വേണ്ടത്. റഹീം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പറയാൻ പറ്റാത്ത പലതും പറഞ്ഞു പോകും. നിങ്ങൾ നിഷ്കളങ്കനായിരിക്കുന്ന സത്യസന്ധനായിരിക്കുന്ന മനുഷ്യനാണ്. അവിടെ ജയിലിൽ കിടന്ന വ്യക്തിയുടെ ജയിൽ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയോടും അന്ന് അഹമ്മദാണ് കേന്ദ്രമന്ത്രി, അഹമ്മദിനോടൊക്കെ ഞാനാണ് അവർക്ക് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത്. കേന്ദ്ര വിദേശകാര്യ വകുപ്പ്, ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ്, ബന്ധപ്പെട്ട ആളുകൾ, പിന്നെ കേരളത്തിലെ അന്ന് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അയാൾക്ക്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന സർവ്വ മേഖലയിൽപ്പെട്ടവർക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ, പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ സിനിമാ നടന്മാർ, രജനീകാന്ത് പോലെയുള്ള ശ്രദ്ധേയമായിരിക്കുന്ന നടന്മാർ, അവർക്കൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ വല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വേണ്ടി ഇതുവരെ, അതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ജയിലുള്ള വിവരം തന്നെ നമ്മൾ പറഞ്ഞിട്ട് എംബസി അറിയുന്നത്. എംബസി അങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇവർക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല. നിഷ്കളങ്കരായ രീതിയിൽ പാവപ്പെട്ടവരാണ്. അവരെ പരിചയപ്പെടുത്തി തന്ന റഹീമാണെന്ന് ചുരുക്കം. അതുകൊണ്ട് റഹീമിനെ എനിക്കറിയാം, നിഷ്കളങ്കരായിരിക്കുന്ന ഒരു വ്യക്തിയാണ് റഹീം. ചാനലിന് അഭിമുഖം കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ
വല്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങളെ വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ തന്നെ ഈ സാഹചര്യ കാര്യങ്ങൾ സൃഷ്ടിക്കും. ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുക.